ദിവസങ്ങളിൽ പുതിയത് ചിലത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവം നിങ്ങൾക്കായി പുതിയ കാര്യങ്ങളെ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്കായി ചെയ്യുന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ പഴയതിലേക്ക് ചിന്തിച്ച്, പഴയതിനെപ്പറ്റി ധ്യാനിച്ച്, പഴയതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നത് അവസാനിപ്പിക്കുക. ദൈവം നിങ്ങൾക്കൊരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും തരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്കായി പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാണ്. ദൈവം തൻ്റെ ജനത്തോട് അത് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത പല കാര്യങ്ങളെ എണ്ണി എണ്ണി ദൈവം അവരെ ഓർപ്പിച്ചതിന് ശേഷം ദൈവം പറയുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇന്ന് പകൽ നിരാശയിലും ഭാരത്തിലും വേദനയിലുമായിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി പുതിയത് ചിലത് ചെയ്യും. നിങ്ങളുടെ പഴയ കലണ്ടർ ദൈവം വലിച്ചു കീറി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില പുതിയ ചരിത്രങ്ങളെ കർത്താവ് നിങ്ങൾക്കായി തകർച്ചയുടെയും പരാജയത്തിൻ്റെയും വീഴ്ചയുടെയും കഥകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, അത് വിട്ടുകളയുക, അത് മറന്നു കളയുക. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യാൻ പോകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. പഴയത് ഓർമ്മിപ്പിച്ച് നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന പിശാചിനോട് ബൈ പറയുക. പഴയത് മറന്നു കളയുക. പുതിയതിനു വേണ്ടി ഒരുങ്ങുക. കർത്താവിൻ്റെ പുതിയ അത്ഭുതം, പുതിയ അടയാളം, പുതിയ വീര്യപ്രവർത്തികൾ, പുതിയ ജയം, പുതിയ ധർമ്മ, പുതിയ അനുഗ്രഹം, പുതിയ വിടുതൽ കർത്താവ് നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നു. നിരാശയുടെ മതിലുകളെ ഇടിച്ചു കളഞ്ഞ് പ്രത്യാശയുടെ വാതിലുകൾ കർത്താവ് നിങ്ങൾക്കായി തുറക്കുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ക്രിയ ചെയ്യട്ടെ. അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്കായി ചെയ്യട്ടെ.